ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കട്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പൊടി കുഴച്ചെടുക്കാം. 2 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് കേട്ടോ കണക്ക്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 സ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ വെള്ളം തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം വേണം നമ്മൾ അരിപ്പൊടി ചേർക്കാൻ. വറുത്ത അരിപ്പൊടി, അപ്പം ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന ആ അരിപ്പൊടി ഇല്ലേ, അതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പൊടി കുഴയ്ക്കുമ്പോൾ. നല്ല ചൂടായിരിക്കും. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് നമ്മുടെ പൊടിയുടെ എല്ലാ ഭാഗത്തും ആ നനവങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചോളൂ. 2 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ചൂട് ഒന്നങ്ങ് കുറയും. പിന്നെ നമുക്ക് കൈകൊണ്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കാനുള്ളൊരു ചൂടാവും. ഞാനിപ്പോൾ ഇത് കുഴയ്ക്കാൻ എളുപ്പത്തിന് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ആ ചൂടോടുകൂടെ തന്നെ കുഴയ്ക്കണേ. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ കുറേശ്ശെ എടുത്ത് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ മാവ് ഇതുപോലെ സോഫ്റ്റായി കിട്ടും. ഈ സമയത്ത് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടും. നമുക്കിതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് 1/4 കപ്പാണ് ഞാനിവിടെ ശർക്കര എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂണിനടുത്ത് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ഉരുകി വന്ന ശേഷം കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണേ. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഈ തേങ്ങ ചിരകിയതോടെ ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ വിളയിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമില്ലാതെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തേങ്ങ നന്നായിട്ട് വിളഞ്ഞു വരണം. വെള്ളത്തിൻ്റെ അംശം ഇരുന്നാലും നമ്മൾ കോഴിക്കട്ടയുടെ അകത്ത് ഇത് ഫില്ല് ചെയ്ത് ആവി കയറ്റിയെടുക്കുമ്പോൾ ആ വെള്ളം പുറത്തേക്ക് ഇറങ്ങി വന്ന് കോഴിക്കട്ട പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ കോഴിക്കട്ട പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഇത് വിളയിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞ അളവിനെടുത്താൽ ഏതാണ്ട് ഒരു 11ഓളം കോഴിക്കട്ട ഉണ്ടാക്കാവേ. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്ത ശേഷം ഇതുപോലെ ബോൾ എടുത്ത് ഇതുപോലെ ഒന്ന് ചെറിയൊരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വെച്ച് നന്നായിട്ടങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഉരുട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും വിള്ളലുണ്ടാവരുത്. എല്ലാ സൈഡും നമ്മുടെ ആ മാവ് കൊണ്ട് കവറായിട്ടുണ്ടാവണം. ഇനി കൈ കൊണ്ട് ഇതുപോലെ ഒന്നുകൂടെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ പൊട്ടാതിരിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളത് ഉരുട്ടിയെടുക്കണം. ഇത്ര ആയാൽ നമുക്ക് പിന്നെ നമ്മുടെ കോഴിക്കട്ട ഒട്ടും പൊട്ടിപ്പോവില്ല. ഇത് ആവി കയറ്റാൻ വെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആവി കയറ്റാൻ എടുക്കുന്ന ഈ തട്ട് സ്റ്റീലിൻ്റെ തട്ടാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയിൽ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്ത ശേഷം നമ്മളിത് ആവി കയറ്റാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ കോഴിക്കട്ട സ്റ്റീലിൽ ഒട്ടിപ്പിടിക്കാണ്ട് 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ.